നമുക്കിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ രാത്രി ചപ്പാത്തിക്ക് പകരമായിട്ട് ഉണ്ടാക്കാം, വൈകുന്നേരം സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഉഴുന്നില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ ഇതിൽ ഞാനിപ്പോൾ ഈ പറയുന്ന ടൈം വ്യത്യാസം വരുത്തും. നിങ്ങൾ 6 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ മിക്സ് ചെയ്ത് വെക്കേണ്ട. 1 മണിക്കൂർ നമ്മളിപ്പോൾ അരച്ച് 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ചൂട് ക്ലൈമറ്റിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടില്ലാത്ത സമയമാണെങ്കിൽ 4 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ വെക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഉഴുന്നില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്ന ദോശയുടെ ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പശയില്ലാത്ത പച്ചരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക. അത് മാത്രമേ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ തൈരിന്റെ പുളി അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന ടൈം എല്ലാം വ്യത്യാസം വരും. ഇപ്പോൾ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച് ഉടനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇൻസ്റ്റന്റ് ദോശയായിട്ട് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നൈസ് ആയിട്ടുള്ള ദോശ വേണോ, തിക്കായിട്ടുള്ള ദോശ വേണോ, തട്ടുകട സ്റ്റൈലുള്ള ദോശ വേണോ, ഏത് രീതിയിലുള്ള ദോശ വേണം എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ദോശക്കല്ലിന്റെ പതിപാന്റെ ഒക്കെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്? നമുക്ക് നമ്മുടെ ഉഴുന്ന് ചേർക്കാതെയുള്ള ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ അരിയും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, അവിലെടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ്, പിന്നെ നമ്മൾ നല്ലെണ്ണയിലാണോ നെയ്യിലാണോ ദോശ ഉണ്ടാക്കുന്നതെന്നനുസരിച്ച് എണ്ണ, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ അരി ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസ് 4 മണിക്കൂറായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് നന്നായിട്ട് 4-5 പ്രാവശ്യം കഴുകിയിട്ടാണ് ഞാനത് സോക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഈ വെള്ളം തന്നെ ചേർത്തിട്ടാണ് ഞാനിത് അരയ്ക്കാൻ പോകുന്നത്. വേറെ വെള്ളം ചേർക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരിയും ഉഴുന്നും സോക്ക് ചെയ്തിട്ടിരിക്കുന്ന വെള്ളം, ഇപ്പോൾ നമ്മൾ ഉഴുന്ന് ചേർത്താണ് അരയ്ക്കുന്നതെങ്കിൽ അരിയും ഉഴുന്നും സോക്ക് ചെയ്തിട്ടിരിക്കുന്ന വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അപ്പത്തിന് അരയ്ക്കുകയാണെങ്കിലും നമ്മൾ ആ അരി സോക്ക് ചെയ്തിട്ടിരിക്കുന്ന വെള്ളം തന്നെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും, ആ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ വെള്ളം തന്നെ ചേർത്ത് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എപ്പോഴും ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്ന ആളുകളാണെങ്കിൽ ഇനി മുതൽ അരി സോക്ക് ചെയ്യുമ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്യുക. വീണ്ടും ആ വെള്ളം ഉപയോഗിച്ചൊന്ന് അരച്ചു നോക്കൂ. ആ ഒരു ടേസ്റ്റിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് അരി ചേർക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അരിയും 1 ടീസ്പൂൺ ഉലുവയും ഒരുമിച്ച് സോക്ക് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് വൈറ്റ് അവിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ അവൈലബിൾ ആവുന്ന ഈ ഒരു മട്ട അവിലുണ്ടല്ലോ, ഇത് ചേർക്കാം. ഇത് 1/2 കപ്പ് ചേർക്കാം. 1.5 കപ്പ് അരിക്ക് 1/2 കപ്പ് അവില്. പിന്നെ തൈര് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള തൈര്, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് ചേർക്കാം, പുളിക്കുറവുള്ള തൈരാണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി അനുസരിച്ച് തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. നമുക്ക് എപ്പോഴും കിട്ടുന്ന തൈരിന് പലപ്പോഴും പല പുളിയായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആദ്യം ഞാൻ അരച്ചെടുക്കട്ടെ. ഈ സോക്ക് ചെയ്ത് വെച്ച വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. നമ്മൾ 4 മണിക്കൂറെങ്കിലും അരിയും ഉലുവയും നന്നായിട്ട് സോക്ക് ചെയ്താലേ ഇതുപോലെ അരഞ്ഞു കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഉലുവ അരഞ്ഞു കിട്ടാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ ഉലുവ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ മറന്നു പോയിന്നുണ്ടെങ്കിൽ ഉലുവ പൊടി ചേർത്താലും മതി. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തൈരിൻ്റെ പുളി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെ പുളി അനുസരിച്ചാണ് നമ്മൾ തൈരിൻ്റെ അളവ് ചേർക്കുന്നത്. കൂടുതൽ തൈര് വേണോ കുറച്ച് തൈര് വേണോ എന്നുള്ളത് നോക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക്, നിങ്ങൾ കൂടുതൽ പുളി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒരു 6 മണിക്കൂർ വരെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. സാധാരണ ചില ആളുകൾക്ക് ദോശയ്ക്ക് നല്ല പുളി ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് അധികം പുളി ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ അധികം പുളിക്കാത്ത ദോശയാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ഓവറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒട്ടും പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂറാണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റാണ്. അപ്പോൾ ചൂട് ക്ലൈമറ്റിലാവുമ്പോൾ 3 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് പുളി ആയി തുടങ്ങുള്ളൂ. പുളി വരില്ല, വല്ലാതെ പുളിയായി പോവില്ല. അപ്പോൾ
പുളി ആവശ്യമുള്ള ആളുകളാണെങ്കിൽ 6 മണിക്കൂർ വരെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ നമുക്ക് എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ഇപ്പോൾ ചേർക്കില്ല. ചില റെസിപ്പിയിൽ നമ്മൾ ഉപ്പ് ഉടനെ തന്നെ ചേർക്കും, ചില റെസിപ്പികളിൽ നമ്മൾ ഉപ്പ് ഉടനെ ചേർക്കില്ല. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഉപ്പ് ചേർക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാൻ പോവാണ്. ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളം തന്നെയാണ് വീണ്ടും ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ തന്നെ അവിൽ ചേർത്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വളരെ സോഫ്റ്റ് ആയിട്ട് തേങ്ങ ചേർക്കാതെ അവിൽ മാത്രം ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ദോശമാവിൻ്റെ പാകത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും സമയം അത് റെസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിതിലേക്ക് ആദ്യം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ മാവ് ഇപ്പോൾ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ആയിട്ട് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 ദിവസമൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്നോളും. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശമാവൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെ തന്നെ അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കാണ്. ഇപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ദോശ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലോ ദോശക്കല്ലിലോ ഏതിലോ വേണമെങ്കിലും ദോശ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് നല്ലെണ്ണയും നെയ്യും ഉപയോഗിക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദോശയുടെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ തടവിയാലേ ദോശയ്ക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണയുടെ ടേസ്റ്റും കൂടി വന്നാലേ ദോശ പെർഫെക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏത് വലിപ്പത്തിലുള്ള ദോശയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ വലിപ്പത്തിൽ പരത്തി കൊടുക്കുക. പിന്നെ ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ദോശ കുക്കായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിരുന്ന് ദോശ കറക്റ്റായിട്ട് കുക്കായി വരണം. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കുക്കായി വരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഈ ബബിൾസൊക്കെ വന്നു തുടങ്ങണം. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ദോശയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദോശയൊക്കെ ചിലപ്പോൾ പെർഫെക്റ്റായിട്ട് വരണം എന്നില്ല. 2 or 3 ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴേ പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനിൻ്റെ ചൂട് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ദോശ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആദ്യത്തെ ദോശ അല്ലെങ്കിൽ രണ്ടാമത്തെ ദോശ കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സും കൂടി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് അടുത്ത സൈഡിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ആ എണ്ണയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ദോശ ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ നമ്മൾ ഉഴുന്ന് ചേർത്ത ദോശ പോലെയല്ല, ഉഴുന്ന് ചേർക്കാത്ത ദോശയുടേതായിട്ടുള്ള ആ മൊരിയലിൽ കുറച്ച് വ്യത്യാസം കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് ചേർത്ത ദോശയിൽ നമ്മൾ ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കും. ഇങ്ങനെയാകുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ട് വരും. ഇതിൽ പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് വരില്ല കേട്ടോ. ഇനി ആ സൈഡ് ഒന്ന് കുക്കാവട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സൈഡും കുക്കായിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ദോശയും ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ദോശ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഈ സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, സാധാരണ നമ്മൾ ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്ന ദോശ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഞാൻ ഈ ദോശയുടെ കൂടെ നമ്മുടെ തേങ്ങ ചട്നി ഉണ്ടല്ലോ
ഈ ഓറഞ്ച് കളറിലെ ചട്നി അതാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉഴുന്നില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഈ ദോശയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ സാധാരണ നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം പറയുന്നതും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം പറയുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.